നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. വേനൽ ചൂട് ദിനംപ്രതി ശക്തമാകുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ നിശബ്ദമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് സാധാരണ ക്ഷീണമോ ദാഹമെന്നോ തോന്നുന്ന ചില ലക്ഷണങ്ങൾ തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിർജ്ജലീകരണവും സൂര്യാഘാതവും. ഇവ രണ്ടും ചൂടുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരീരത്തെ ബാധിക്കുന്ന രീതിയിൽ വലിയ വ്യത്യാസമുണ്ട്. സൂര്യാഘാതം എന്നാൽ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ്. ശരീര താപനില 40°C മുകളിൽ ഉയരുമ്പോൾ ശരീരത്തിന് ചൂടിനെ നിയന്ത്രിക്കുവാൻ കഴിയാതെ പോകുന്നു. സാധാരണയായി വിയർപ്പിലൂടെയാണ് ശരീരം തണുപ്പിക്കുവാനായി ശ്രമിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അതുപോലും നിലച്ചു പോകുന്നു. അപ്പോൾ ചർമ്മം ചുവന്നു വരികയും ചൂടാവുകയും ചെയ്യും. പക്ഷേ വിയർക്കില്ല. വ്യക്തിക്ക് ആശയക്കുഴപ്പം അനുഭവപ്പെടാം, സംസാരത്തിന്റെ താളം തെറ്റാം, തലകറക്കം കൂടാം, ചിലപ്പോൾ ബോധക്ഷയം വരെ സംഭവിക്കാം. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും വേഗത്തിലാകും. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഇനി നിർജ്ജലീകരണം. ഇത് നമ്മൾ ദിവസേന നേരിടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അവഗണിച്ചാൽ അത് ഗുരുതരമായേക്കാം. ശരീരത്തിൽ നിന്ന് കൂടുതൽ ദ്രാവകം നഷ്ടപ്പെടുകയും അതിന് തുല്യമായി വെള്ളം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. വേനൽ ചൂടിൽ നാം കൂടുതൽ വിയർക്കുകയും ശരീരത്തിലെ ജലം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ നാം ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പോൾ ശരീരം ഡീഹൈഡ്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ കടുത്ത ദാഹം തോന്നും, വായയും തൊണ്ടയും ഒക്കെ വരണ്ടു പോകും, തലകറക്കം, ക്ഷീണം, തലവേദന എന്നിവ അനുഭവപ്പെടും. മൂത്രത്തിന്റെ അളവ് കുറയുകയും കടുത്ത മഞ്ഞ നിറമാവുകയും ചെയ്യും. കുട്ടികളിൽ കരയുമ്പോൾ കണ്ണുനീർ പോലും വരാതിരിക്കുവാൻ സാധ്യതയുണ്ട്. പ്രായമായവരിൽ അതീവ ക്ഷീണം പ്രകടമാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിർജ്ജലീകരണത്തിൽ ശരീരം എപ്പോഴും പോരാടുകയാണ്. അതുകൊണ്ടാണ് വിയർപ്പുണ്ടാകുന്നത്. എന്നാൽ സൂര്യാഘാതത്തിൽ ശരീരം തളർന്ന അവസ്ഥയിലാകും. നിർജ്ജലീകരണം സാധാരണയായി വെള്ളം കുടിച്ചും വിശ്രമിച്ചും നിയന്ത്രിക്കാം. പക്ഷേ സൂര്യാഘാതം ഉടൻ തന്നെ ചികിത്സ നേടേണ്ട അവസ്ഥയാണ്. ഇതോടൊപ്പം നമുക്ക് ദിനചര്യയിൽ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ദാഹം തോന്നിയില്ലെങ്കിലും ഇടവിട്ട വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം. കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളം പോലുള്ള സ്വാഭാവിക പാനീയങ്ങൾ ശരീരത്തിന് വലിയ സഹായമാണ്. കഫീൻ അടങ്ങിയ പാനീയങ്ങളും മദ്യം പോലുള്ളവയും ശരീരത്തിലെ ജലാംശം കുറയ്ക്കുന്നതിനാൽ അത് പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉച്ച സമയങ്ങളിൽ, പ്രത്യേകിച്ച് 11 മുതൽ 3 വരെ നേരിട്ട് വെയിലത്ത് പോകുന്നത് പരമാവധി കുറയ്ക്കണം. പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും കുടയോ ക്യാപ്പോ ഉപയോഗിക്കുകയും ചെയ്യണം. കുട്ടികളെയും പ്രായമായവരെയും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് ഈ പ്രശ്നങ്ങൾ വേഗത്തിൽ ബാധിക്കുവാൻ സാധ്യത കൂടുതലാണ്. ഒരാൾക്ക് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ തണലത്തേക്ക് മാറ്റണം. ശരീരം തണുപ്പിക്കുവാൻ ശ്രമിക്കണം. കഴുത്തിലും കക്ഷത്തിലും തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് വെക്കാം. എന്നാൽ ഏറ്റവും പ്രധാനമായി ഉടൻ തന്നെ വൈദ്യസഹായം ഉറപ്പാക്കണം. വേനൽക്കാലത്തെ നേരിടുവാൻ കൃത്യമായ അറിവും ജാഗ്രതയുമാണ് ഏറ്റവും വലിയ ആയുധം. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുവാൻ സാധ്യതയുള്ളതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളെയും പ്രിയപ്പെട്ടവരെയും സുരക്ഷിതമായിരിക്കുവാൻ സഹായിക്കും.